ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം ഇതുപോലെ കാണുന്നൊരു ബേസ് ബോർഡ് എടുക്കുക, എന്നിട്ട് ഈ ഷേപ്പിൽ അതിനെ വെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്ന ആ ഒരു സ്കൾപ്ചറിൻ്റെ രൂപം ഇതിലേക്ക് വരച്ച് ചേർക്കുക. അത്യാവശ്യം റഫായി വരച്ചാൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിലേക്ക് വർക്കുകൾ ചെയ്യുന്നതുകൊണ്ട് ഒരു റഫ് ഇത് മതി, അത്ര ഡീറ്റെയിൽ ആയിട്ട് വരയ്ക്കേണ്ട ആവശ്യമില്ല. അതിങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ഇനി അതിൻ്റെ എക്സസ് പാർട്ടെല്ലാം നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് എല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. അതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി പ്രോഗ്രാമൊക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് അതിനെ നമ്മൾ ഒരു ബ്ലേഡ് കൊണ്ട് നമ്മളതിനെല്ലാം അറുത്തെടുക്കുന്നുണ്ട്. ഇത് ട്യൂട്ടോറിയൽ വീഡിയോ അല്ല, അതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റില്ല. നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാ പാർട്ടും നമ്മൾ ഒഴിവാക്കിയെടുക്കും. നമ്മൾ വരച്ചത് മാത്രം നമുക്ക് മതി. അതിൻ്റെ മുകളിലേക്ക് അപ്പോൾ വാൾപുട്ടി എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച വാൾപുട്ടി. അത് ഈ ഒരു പരുവത്തിലാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത്. അതിനുശേഷം നമ്മളൊരു കമ്പി അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒടിഞ്ഞു പോയിരിക്കാനാണ്, പിന്നെ അത് സ്ട്രോങ് ആയിരിക്കാൻ വേണ്ടി കൂടിയാണ്. അതിനാണ് ഈ കമ്പി നമ്മൾ വെച്ചത്. അത് നമ്മൾ എല്ലാ പാർട്ടിനും വെക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് വയ്ക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മളിനി ഇതിൻ്റെ ചുറ്റിനുള്ള ചെറിയൊരു ഡീറ്റെയിലിംഗ് ആണ്. അതിൻ്റെ ഫ്രെയിമിന് ചുറ്റും നമ്മൾ ആദ്യം വെട്ടിയെടുക്കാൻ നേരത്തെ അത് പറ്റിയില്ല. പിന്നെ അതിനുശേഷം നമ്മൾ രണ്ടാമത് ഇതുപോലെ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്തത്. അതുപോലെ അതിൻ്റെ ചുറ്റിനും നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ വശത്തും നമ്മളിതുപോലെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന പുതുതായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റും അറിയിക്കണം, എന്നാലേ ഞങ്ങൾക്ക് ഇതേപോലത്തെ വീഡിയോസ് ഇനിയും ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിമിലേക്ക് നമ്മളൊരു കമ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ കമ്പി മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ നല്ലൊരു ബലത്തില്ലാതിരിക്കും, അല്ലെങ്കിൽ അത് വെയിറ്റ് കൂടുമ്പോൾ അത് ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ നമ്മളിതിന് ഡ്രൈ ആവാനൊന്ന് വെക്കണം. നല്ല അത്യാവശ്യം വെയിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഡ്രൈ ആവുന്നതാണ്. അതിനുശേഷം നമ്മളിതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഫേസാണ് നമ്മൾ ഒരു ആണി ഉപയോഗിച്ചാണ് നമ്മൾ ആ ഡീറ്റെയിലിംഗ് ഒക്കെ ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകിച്ച് ഇതിന് സ്കൾപ്ചർ ടൂൾസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല. വെറും കാർഡ്ബോർഡും വാൾപുട്ടിയും മാത്രം കൊണ്ടാണ് ഇത് നമ്മൾ ചെയ്തെടുത്തത്. ഇത് വളരെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ അത് ഞാനിതിൽ അപ്ലോഡ് ചെയ്യാത്തത് അത് ലെങ്ത്തുള്ള വീഡിയോയും പിന്നെ ബിഗിനർ ചാനലും ആയതുകൊണ്ടാണ്. വീഡിയോ ഇനി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ മുഴുവനായും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ബ്ലാക്ക് കളറാണ് ഇതിന് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇത് നന്നായി ഫുള്ള് ബ്ലാക്ക് അടിച്ചതിന് ശേഷം നമ്മൾ ഇതിൽ ചെറിയ ഡീറ്റെയിൽ ചെയ്ത ഭാഗങ്ങളിൽ നമ്മൾ മറ്റ് കളറുകളും ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ഗോൾഡ് കളറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്.